കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്? നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനി വന്ന് പ്രദർശനം ചെയ്യുക. ഒപ്പം വെങ്കല ഗരുഡ ശില്പം കാണാം, അതേപോലെ കുചേലിൻ്റെ ശില്പം കാണാം. അതിനുശേഷം നമ്മളിങ്ങനെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് സുഖമായിട്ട് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ വന്ന് ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലൊക്കെ കാണാം. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നേരെ വന്ന് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്ക് ഇങ്ങനെ കാണാം. വലതുവശത്തുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഉണ്ണി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു മുട്ടുകാലൊക്കെ ഇങ്ങനെ ഒന്നും മടക്കിയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കാൽത്തളകൾ കാണാനുണ്ട്. പാദം ഇങ്ങനെ കാണുന്നു, കാൽത്തളകൾ കാണുന്നു. അങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ കാൽപാദത്തിൻ്റെ അവിടെ, അതായത് കാലിങ്ങനെ മുട്ടിൻ്റെ അവിടേക്ക് വലിയൊരു വെണ്ണക്കലം വെച്ചിട്ടുണ്ട്. ആ വെണ്ണക്കലത്തിന് ഇടത്തെ കൈ കൊണ്ട് ആ വെണ്ണക്കലം പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണ ഉരുളയുണ്ട്. വെണ്ണ ഉരുള വാരി കഴിക്കുകയാണ് കേട്ടോ, വെറുതെ അല്ല, നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ ഒരു ഗോപീയത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, തിരുനെറ്റിയിൽ ഗോപീയത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, പീലിത്തിരിമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച. നിറച്ച് വെണ്ണയുണ്ട്, അതിൽ നിന്നിങ്ങനെ നന്നായിട്ട് വാരി കഴിക്കണമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പോകണമുണ്ട്. പിന്നെ തിരുമുടിമാല 2 ഉണ്ട്. അത് വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതാണ്. അതേപോലത്തെ 2. പിന്നെ ഉണ്ടമാല ഒരു വലിയ ഉണ്ടമാല. അതെങ്ങനെയാ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവ്, അത് 3 ഇങ്ങനെ സമമാതിരി ഉള്ള പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. എല്ലാവരുടെയും മനസ്സിങ്ങടെ കൂടെ വന്നാൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ്, തിരുസന്നിധിയിലാണ്. ഗുരുവായൂരപ്പനെ നമ്മൾ കണ്ട് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ആ വെണ്ണക്കണ്ണൻ്റെ രൂപം മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ, ആ വെണ്ണക്കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞ് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ആ തിടപ്പള്ളിയും പിന്നെ ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ കാണുമ്പോൾ ഗണേശൻ്റെ അവിടെ മുഖത്തൊക്കെ അലങ്കാരമായിട്ടുണ്ട്, നന്നായിട്ടുള്ള അലങ്കാരമാണ്. നല്ലൊരു സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, കഴുത്തിൽ നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്, നല്ല പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. പിന്നെ ഒരു മഞ്ഞ പട്ട് അവിടെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയൊക്കെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ വരാഹത്തിൻ്റെ അവിടെ ആ വെണ്ണക്കണ്ണനായിട്ടുള്ളത് ആ ഒരു ഭാഗം ഇങ്ങനെ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ വന്ന് കണ്ട് തൊഴാം. അവിടെയും ധാരാളം പൂക്കളുണ്ട്, നല്ല താമരമാലകളുണ്ട്, ജമന്തിമാലയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കണ്ട് തൊഴുത് പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് ശ്രീരാമചന്ദ്രനും ഭാർഗവരാമനും ബലരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ മുരുകനെയും വന്ന് കണ്ട് തൊഴാം.
പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് വെറ്റിലമാല ഉണ്ട്, ഒരു തുളസിമാല ഉണ്ട്, കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണ ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അങ്ങനെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ ആ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറിയൊക്കെ കാണാം. കൊടിമരം നോക്കി തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് കുറൂരമ്മയും നാരദരി മേൽപ്പത്തൂരിനെയും വസുദേവരൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് വരിക, അമ്മയെ കണ്ട് തൊഴാം. അപ്പോൾ ഗോളക തന്നെയാണ്. അതേപോലെ ചുവന്ന പട്ട് ഇങ്ങനെ മേലെ ആയിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു പച്ച പട്ടുമുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, ചുവന്ന പൂക്കളുണ്ട്, തുളസി പൂക്കളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തൊഴുമ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അവിടുന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴാം. വീണ്ടും അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിക്ക് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ നല്ല കളഭം കൊണ്ട് അലങ്കാരമായിട്ടുണ്ട്, നല്ലൊരു പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം സ്വർണത്തിൻ്റെ നെക്ലസ്സുകളുണ്ട്, മുഖത്ത് നല്ലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് തൊഴുക, അതേപോലെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് നേരെ തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.